നമസ്കാരം. അതായത് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോന്റെ ബാലൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ മനോജ് ചേട്ടനും അതുപോലെ തന്നെ റിഞ്ചു ചേട്ടനും നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കുറച്ച് പാട്ടിൽ ഇവർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ വിശേഷം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം നമുക്കല്ലേ. അതായത് ഇപ്പൊ കുറച്ച് പാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷം വെച്ചാലേ അന്ന് നമ്മള് വീഡിയോസ് ചെയ്ത് നമ്മള് ആ വർഷം എന്ന് പറഞ്ഞാൽ ഈ തവണ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പുതിയ പാട്ടുകളൊക്കെ നമ്മള് പലരും ചോദിച്ചിട്ടുണ്ട് വീഡിയോസിൽ എന്താ പുതിയ പാട്ട് പഴയ പാട്ടുകളൊക്കെ മാത്രം പാടിയാണ്. നമ്മൾ ഓരോ ടീമുകൾക്കായിട്ട് നമ്മൾ ചെയ്ത പാട്ടുകളാണ്. അപ്പൊ അവര് വേദികൾ അവതരിപ്പിക്കാത്ത ശേഷമാണ് നമ്മള് ചെയ്യാൻ പാടില്ല. കാരണം നമ്മള് അവർക്ക് വേണ്ടി ചെയ്ത പാട്ടുകൾ അവർ ടീമുകളാണ് ഇത് ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പോ നമുക്ക് അവരിപ്പോ ഈ വർഷം ഓണത്തിന് എല്ലാവരും ഗംഭീരമായിട്ട് എല്ലാ വേദികളും കണ്ടു. ഈ പറഞ്ഞ ചേട്ടൻ കാണാൻ പറ്റില്ല. അന്ന് കളി നടക്കുന്നത് കാണണം. അതുപോലെ യുവതാരുടെ പാട്ട് യുവതാരക്ക് കൊടുത്തും ട്യൂൺസിന് കൊടുത്തും രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞ പോലത്തെ പാട്ടായിരുന്നു. ഗംഭീരായിരുന്നു പാട്ട്. അതുപോലെ തന്നെ വേറെ വിശേഷങ്ങൾ പുതിയ പാട്ടിലെ പോയ പാട്ടിന്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനു യുവതാര പുതിയ പാട്ട് കഴിഞ്ഞ പുതിയ പാട്ട് ചെയ്തിട്ടുണ്ട്. അത് അന്ന് പാടാനിരുന്നാണ്. അത് സംഭവത്തിലുള്ളൂ. നാഴിക നാലാമുദയത്തിൽ ഉടവയറിൽ ഉടയാട പൊതിഞ്ഞ് കാലിണകൾ കലകമതാർന്ന് കരിയിലകൾ കാറ്റിൽ കലമാർന്ന് ആവനിയിൽ വൈദേകി നീ മിഴിപ്പൂട്ടി തേങ്ങിയോ കോസല മണ്ണിലെ പൂക്കാലം തിരികെ തരുമോ രാമാ. ഗംഭീരം ഗംഭീരം. അതുപോലെ തന്നെ വേറൊരു പാട്ട് സ്മിത്തിന് എഴുതി കൊടുത്തത് അത് ഗംഭീരമുണ്ട്. ഗംഭീരം. സീത അപഹാരം നിനച്ച് രാവണ പടയെന്നു ചലിച്ച് ലങ്കാപുരമങ്കണമാർന്ന് മാരിച്ച മനമൊന്നു ചലിച്ച് മാനാച്ചമയങ്ങളൊരുക്കിയ കാട്ടിൽ യാ പെണ്ണവളി മതിമയങ്ങി വാനര പടയോടെ നീ ജടയഴിച്ചു വാടാ ത്രൈലോക പുരന്തരന്റെ മണ്ണിൽ നീ കഥയറിയും കടലറിയും. പിന്നെ ചെയ്തൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജീഷ് വെള്ളാനി ചെയ്ത് ഗംഭീരം. അതിന്റെ അപ്പം തന്നെ ഒരു പാട്ട് സുജീഷ് വെള്ളാനി കൊടുത്തിട്ടുണ്ട്. ജഡയറുത്തു നടനം ഇനിയാടും രാവണന്റെ ലങ്ക നിന്റെ വംശമറ്റു വീഴും രാമ 4.5 നാഴികയിൽ ചുടുചോരകളാടി നെറുമണ്ണിൽ ചൂർപ്പണകാന്നിണമോടെ അംഗഭംഗ പൂമേനി തലോടി കണ്ണുകളിൽ കനലാടി ഉലകമോടെ നാശം നിന്റെ ഉടലറുത്തു മരണം കഥയറിഞ്ഞു വരണം രാമ പങ്ക്തി കണ്ടനിവിടെ ജടയറുത്തു നടനം ഇനിയാടും രാവണന്റെ ലങ്ക നിന്റെ വംശമറ്റു വീഴും രാമ 4.5 നാഴികയിൽ. അതായത് കോനൂര് കളി. അടുത്ത കളി വരുന്നത് കോനൂര്. ട്യൂൺസും യുവതാരും പിന്നെ നാദം തോന്നുന്നല്ലേ. അപ്പൊ ഈ രണ്ട് ടീമിന്റെ എന്തായാലും ഈ പാട്ട് നമുക്ക് പോയിരുന്ന് കേൾക്കാം കാണാം. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാച്ചില്ലേ. ഇന്ന് എന്നിട്ട് പറയാ എല്ലാവർക്കും മികച്ച വേദികൾ കിട്ടി. ഒരുപാട് കളിക്കാര് പുതിയ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പാട്ടെഴുത്തർ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് വേദിയിലുണ്ട്. ഇപ്പോഴും ഓണംകളി എന്ന കലാരൂപം ഇപ്പോഴും ഈ ഓണം കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം. ഓണം കഴിഞ്ഞിട്ടാണ് ഓണക്കളി ഒരുപാട്. അതുപോലെ തന്നെ മനോജേട്ടാ പണിയൊക്കെ ഇങ്ങനെ അതായത് ഇത്തവണ കളിക്കാൻ പോയിട്ടില്ല. അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് റെഡിയാക്കി വെച്ചേക്കാം. പാട്ട് എഴുതി വെച്ച് കേട്ടിരുന്നു. അടിപൊളിയായിരുന്നു. അതുപോലെ പുതിയ വിശേഷങ്ങൾ എങ്ങനെയാ ഇനിയിപ്പോ? ആരാരിരം അമ്മ പാടാം പൊന്നോമലേ ഏങ്ങലോടെ ആരാരിരം അമ്മ പാടാം പൊന്നോമലേ ഏങ്ങലോടെ
മേഘങ്ങൾ ഇരുളല്ല തീർത്ത് ലങ്കയിലോ ഇടിമിന്നലുതിർത്ത് മേഘനാഥവധമോ കേട്ട് ലങ്കയിലോ ഇടിമിന്നലുതിർത്ത് ആരാരിരം അമ്മ പാടാം പൊന്നോമലേ ഏങ്ങലോടെ. ഈ വിശേഷങ്ങൾ വേറെ ഒന്നില്ല. പുതിയ പാട്ട് എഴുതിച്ചേർന്ന വേറെ പാട്ട് പറഞ്ഞ പിന്നായിട്ട് ഈ പാട്ട് എഴുതി, ഈ വർഷത്തേക്ക് ഒരു പാട്ട് എഴുതിയതാണ്. നമ്മളത് വേദിയിൽ ഇറക്കില്ല. അങ്ങനെ പാട്ട് ആള് സെറ്റാക്കി തന്നു. മറ്റേ പാട്ട് വന്നായിരുന്നു ആരായിരുന്നു ആ ഒരു താരാട്ട് പോലെ ആ സംഭവം കേട്ടിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇനി അടുത്ത കൊല്ലം അല്ലെ, അടുത്ത കൊല്ലം നേരത്തെ കൂട്ടി ഒരു ഏത് ടീമിൽ കയറി അല്ലെങ്കിൽ പാടി ഏതിലൊരു ടീമില്. അതെ, ഇന്നിപ്പോ കളിയുണ്ട്, കളി കാണാൻ പോണം. അതുപോലെ തന്നെ ആ ഒരു അല്പസമയം കിട്ടിയപ്പോഴാണ് ഇവരെ വന്നൊന്ന് എടുക്കാതെ ഇരുന്നത്. കാരണം വെച്ചാല് ഇങ്ങനെയൊക്കെ ഇവര് കിട്ടുള്ളൂ, ഇവര് തിരക്കുള്ള ആളുകളല്ലേ അല്ലെ. ഈ പാട്ടുകളുടെ വിശേഷം സന്തോഷം. അപ്പൊ നമ്മളിപ്പോ ഓണങ്ങളി മേഖലയിൽ നിന്ന് നമ്മൾ വിട്ടുപോയിട്ടുള്ള നമ്മള് എന്നെക്കാളൊക്കെ മറ്റേ പ്രതിഭകൾ ഒരുപാട് പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതിന് സദാനന്ദൻ കുണ്ടൂരിപ്പാടം, പിന്നെ നമ്മുടെ സുരേന്ദ്രൻ കല്ലുകാട്. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ കിട്ടുന്ന അംഗീകാര പൊന്നാടകളൊക്കെ നമ്മൾ ആ മഹാത്മാക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ സമർപ്പിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിലൊക്കെ പാട്ടുകൾ കേട്ടിട്ട് വളർന്ന ഒരു പ്രായത്തിലാണ് നമ്മളിങ്ങനെ എഴുതാൻ പഠിച്ചത്. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ തന്നെയാണ് നമ്മുടെ ലെജൻസ് എന്ന് പറയുന്നത്. നമ്മളെ ഇതിൽ ജീവിച്ചു പോകണമെങ്കിൽ തന്നെ മേല് വന്നതിന് ശേഷം നമ്മളിപ്പോഴും കേൾക്കുന്ന പാട്ടുകളിൽ നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന പാട്ടുകൾ ഇപ്പൊ റിഞ്ചു വേലൂര് തന്നെ ആവണമെന്നില്ല, അതിപ്പോഴും അവരുടെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ മേഖലയിൽ നിലനിന്ന് പോകണം എന്ന് തോന്നുന്ന രീതിയിലുള്ള പാട്ടുകളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരൊക്കെയാണ് അറിയപ്പെടേണ്ടത്, അറിയപ്പെടാൻ പോകുന്ന, ഇനിയിപ്പോ മരണശേഷം അറിയപ്പെടാൻ പോകുന്ന ആൾക്കാർ തന്നെയല്ലേ. അല്ല, മരണശേഷത്തിന്റെ കാര്യം വിട്ടു, അതല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഈ വർഷത്തിൽ 2025 ഓണംകളിയിൽ എന്തായാലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പാട്ടുകളും എഴുതിയതും റിഞ്ചു ചേട്ടനാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാല് നമുക്ക് ആളുടെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ട് ആളുകളെ കാണിക്കാനും അറിയിക്കാനൊക്കെ പറ്റിയെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇനിയും അതുപോലെ തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള പാട്ടുകൾ എഴുതി ആളുകൾക്ക് കൊടുക്കുക. അതായത് സ്വന്തമായിട്ട് ഈണം കൊടുത്ത് ആ പാട്ടിന് ജീവൻ നൽകി ആളുകൾക്ക് കേൾപ്പിക്കുമ്പോൾ അത് അവര് ഏറ്റെടുത്ത് ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നത്, അത് നമുക്ക് 2025 ഈ തവണത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞത് തന്നെ മികച്ച പാട്ടുമായിട്ട് ബന്ധപ്പെട്ട നല്ല മികച്ച പാട്ടുകാർക്ക്, നന്നായിട്ട് പാടുന്ന ഒരുപാട് പേർക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതന്നെ അവരാണ് ആ പാട്ടിനെ വൻ വിജയത്തിലാക്കി. അതൊന്ന് മനു യുവതാര, സുജീഷ് വെള്ളാനി, സ്മിത്തു, നടന കലാവിദര് 3 കലാകാരന്മാർ, ശ്രീകാന്ത്, ശ്യാം. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മികച്ച പാട്ടുകാരാണ്. നടനയ്ക്ക് 3 പാട്ട് കൊടുത്തിട്ടുണ്ട്. നടനയ്ക്ക് 3 പാട്ടില്, അതായത് ഒന്ന് ശ്രീകാന്തും ശ്യാമും പിന്നെ ശിവ. അപ്പൊ വരും ചേട്ടാ, തിരക്കുണ്ട്, തിരക്കിനിടയിൽ ഇച്ചിരി സമയം മാറ്റി വെച്ചാല് ഇനിയും വരും. അതായത് ഈ ഓണംകളി ആ സീസണൊക്കെ കഴിഞ്ഞും ഒരു ഇന്റർവ്യൂ കൂടി, അതായത് കുറച്ച് പാട്ടും കുറച്ചായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും മനോട്ടാ, എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ പുതിയ പാട്ടുകൾ എഴുതാം, അതുപോലെ പഠിച്ച് അടുത്ത വർഷം ഗംഭീരമാക്കാം. അടുത്ത വർഷം അതായത് ചേട്ടന്റെ പേര് മനോജ് പാലക്കുന്ന് വേദികളിൽ തിളങ്ങേണ്ട ഒരു പേരാണ്. കാരണം ചേട്ടൻ ഇത്തവണ പോയില്ല, പാട്ടൊക്കെ എഴുതി വെച്ചിട്ടും സാറല്ലേ പോട്ടെ. ഇത്ര ദൂരം പോയി പ്രാക്ടീസിന് വരാനും കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ടല്ലേ. അതിപ്പോ അവർക്ക് അതൊരു വിഷമമാണ്. അതല്ലേ നമുക്ക് 26 വീണ്ടും അല്ലെ. പിന്നെ ഗംഭീരാക്കും എന്തായാലും ഇത് ഈ ഓണംകളി സീസൺ കഴിഞ്ഞ് കഴിയുമ്പോ എന്തായാലും ഒന്നൊരു വരണ്ട് വന്നിട്ട് കൂടി ഗംഭീരാക്കണം. നമുക്ക് ഇതിന്റെ സെന്റ് ഓഫ് ആഘോഷം നടത്തണല്ലേ. അതല്ല, എല്ലാവിധ ആശംസകളും, സന്തോഷം.